പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച രാത്രി കവർച്ച നടന്നു. ക്ഷേത്ര ഓഫീസ് കുത്തിത്തുറന്ന് 10 പവൻ സ്വർണവും പണവും കവർന്നു. ദേവിക്ക് ചാർത്തുന്ന സ്വർണ്ണ താലിമാല, മുക്കുത്തി, 50 പൊട്ട്, വെള്ളിയിൽ നിർമ്മിച്ച വെള്ളി നാഗം, നാഗമുട്ട, രൂപ, പരിഹാരപൂജയ്ക്കായി ഉണ്ടായിരുന്ന പിടിപ്പണം എന്നിവയാണ് നഷ്ടമായത്. ക്ഷേത്ര പരിസരം ശുചീകരിക്കാനെത്തിയ സമീപവാസിയായ ആനന്ദവല്ലിയാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഇന്ന് രാവിലെ അഴകം വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ക്ഷേത്ര മോഷണം പോയെന്ന്. അങ്ങനെ ഇവിടെ വന്നപ്പം ഓഫീസ് കുത്തി തുറന്നിരിക്കുന്നു. അതിൽ നിന്നും 2 താലി, 2 ഉവന്റെ മാല, പിന്നെ 54 പൊട്ട്, നാഗമുത്ത്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട്. കൂടുതൽ പോയിട്ടുള്ള ഫിംഗർ പ്രിന്റ് വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ള ആവണങ്ങൾ ലോക്കറിൽ നേരത്തെ കമ്മിറ്റി തന്നെ വച്ചിരിക്കുകയാണ്. അത് ഇന്ന് എടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, എടുത്ത് നോക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ഇതും കൂടെ വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു മോഷണം നടന്ന കാര്യം അറിഞ്ഞത്. മണ്ഡലച്ചെറുപ്പായതുകൊണ്ട് ഈ മണ്ഡലച്ചെറുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ട നടപടികൾ നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പം രാവിലെ അഴകം വിളിച്ച് പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഈ മോഷണം പോയ കാര്യം. ഇവിടെ വന്നപ്പോൾ കൊണ്ട് ഓഫീസ് കുത്തി തുറന്നേക്കുന്നു. പിന്നെ ഓഫീസിനകത്ത് നമ്മൾ കയറിയില്ല. SHO വന്ന് കയറി നോക്കി. അപ്പോഴാണ് ആഭരണം പോയതൊക്കെ അറിഞ്ഞത്. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഫിംഗർ പ്രിന്റ് വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഞായറാഴ്ച വിവാഹം നടന്ന പുളിങ്കോട് ദേവീകൃപയിലെ സജിയുടെ വീട്ടിലും മോഷ്ടാവ് എത്തിയതായി സംശയിക്കുന്നു. രാത്രി 1:20 ഇതേപോലെ സൗണ്ട് കേട്ടുകൊണ്ട് നമ്മൾ വീട്ടിലിറങ്ങി. അപ്പം നമ്മൾ ഇവിടെ ചേട്ടൻ വെളിയിറങ്ങാതെ വെളിയിൽ നോക്കി ഇതെന്താണ് സൗണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ച് വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ ലൈറ്റ് ഇട്ടതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമേ ഉള്ളൂ. 17-ാം തീയതി ആയിരുന്നു കല്യാണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഈ സംഭവം നടന്നത് രാത്രി. അത് കഴിഞ്ഞിട്ട് രാത്രിയിലെ ഭക്ഷണം നമുക്കൊന്നും നഷ്ടമായിട്ടില്ല. ഇവിടെ അയാളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി വീട്ടിൽ ഉണ്ടായിരുന്നു, പുറത്തിറങ്ങിയില്ല. അതിനുശേഷം കഥ തുറന്ന് സൗണ്ട് എന്തിനാണെന്ന് നോക്കാൻ വേണ്ടി ചേട്ടനാർ വെളി ഇറങ്ങി. എന്നിട്ട് വേറെ ഒന്നും തോന്നിയില്ല. തിരിച്ച് അകത്ത് കയറി കഥ അടച്ചു. ഇതിനുശേഷമാകാം ക്ഷേത്രത്തിലെ കവർച്ച എന്നാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ക്ഷേത്രത്തിൽ 5ഓളം ക്യാമറകൾ ഉണ്ടെങ്കിലും 2 ദിവസമായി ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സജിയുടെ വീട്ടിലെ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനായി കട്ടക്കട പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള ടുഡേ.